വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട പെരിങ്ങര പഞ്ചായത്തിലെ ചാത്തങ്കരി ജനസേവ റോഡിന്റെ നവീകരണം പാതി വഴിയിൽ നിലച്ചിട്ട് 3 വർഷം പിന്നിടുന്നു. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി 2.84 കോടി രൂപ ചിലവിൽ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും റോഡ് യാഥാർത്ഥ്യമായില്ല. തിരുവല്ല പെരിങ്ങര പഞ്ചായത്ത് 14-ാം വാർഡിലെ ചാത്തങ്കരി ജനസേവ റോഡ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദേശവാസികളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ നിർമ്മിച്ചതാണ്. ചാത്തങ്കരി CHSCക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് അമിച്ചക്കരയിലെത്തുന്ന റോഡിന്റെ ഇടയിലുള്ള ഭാഗം ഇപ്പോഴും മൺപാതയായി കിടക്കുകയാണ്. റോഡിന്റെ ആരംഭഭാഗത്ത് ടാറിംഗ് ആകട്ടെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുമാണ്. ബസാർ കടവ് ജംഗ്ഷനിൽ നിന്നും റോഡ് തുടങ്ങുന്നിടത്ത് കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തൊഴിച്ചാൽ ബാക്കി 1.5 കിലോമീറ്ററും യാത്രായോഗ്യമല്ല. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് 2.84 കോടി രൂപ ചെലവിൽ നവീകരിക്കാൻ ആരംഭിച്ചെങ്കിലും 3 വർഷം പിന്നിട്ടിട്ടും റോഡ് പൂർത്തീകരിക്കാനായിട്ടില്ല. 2 ജില്ലകളെ, 2 താലൂക്കുകളെ, 3 പഞ്ചായത്തുകളെ, 3 PWD റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഏക റോഡ്. അതുകൂടാതെ കൂടങ്കരി പാടത്തേക്ക് കൃഷി ആവശ്യങ്ങൾക്ക് നെല്ലും മറ്റുമൊക്കെ എത്തിക്കുന്നതിന്, അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങളും മറ്റും എത്തിക്കുന്നതിന് ഏക ഒരു റോഡാണ്. 4-5 കിലോമീറ്റർ ദൂരത്തിൽ ഈ വഴി മോശമായതുകൊണ്ട് സഞ്ചരിക്കുകയാണ്. 8 മീറ്റർ പഞ്ചായത്ത് രേഖ കാണിക്കുന്ന ഒരു റോഡാണ്. അതിപ്പോൾ ചുരുക്കി 4 മീറ്ററാക്കി ഇട്ടിരിക്കുകയാണ്. ഒരു 6 മീറ്ററെങ്കിലും ആക്കി ഈ റോഡ് വികസിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് വിനീതമായി അപേക്ഷിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായാൽ പ്രദേശവാസികളായ 100 കണക്കിന് കുടുംബങ്ങൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും യാത്രക്കാർക്കും ഇത് ഉപകാരമാകും. പെരിങ്ങര പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, സ്കൂളുകൾ, ദേവാലയങ്ങൾ, ഹെൽത്ത് സെന്റർ തുടങ്ങി എല്ലായിടത്തേക്കുമുള്ള എളുപ്പവഴിയാണിത്. സർക്കാർ കൊണ്ടുവന്ന നവീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിയതോടെ ജനസേവാ റോഡ് ഇപ്പോൾ ജനദ്രോഹ റോഡായി മാറിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നിരവധി കുട്ടികൾ സ്കൂളിലേക്ക്, SNDP സ്കൂളിലേക്കും അതുപോലെ തന്നെ മുട്ടാർ സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് സെന്റർ ചാത്തങ്കരിയിലുണ്ട്. അവിടത്തേക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ റോഡ് അടിയന്തരമായ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകുകയും ഈ നാട്ടുകാരെ ഈ ദുഃഖത്തിൽ നിന്നും ഈ ഒരു കഷ്ടപ്പാടിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഈ അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്തിന്റെ രജിസ്റ്ററിൽ 8 മീറ്റർ വീതിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള റോഡിന് നിലവിൽ പല ഭാഗത്തും കയ്യേറ്റത്തെ തുടർന്ന് 4 മീറ്റർ പോലും വീതിയില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം വെള്ളക്കെട്ടുണ്ടാകുന്ന റോഡിലെ ഭാഗങ്ങൾ ഉയർത്തി നിർമ്മിക്കുകയും പൂർണ്ണമായും നവീകരിക്കുകയുമായിരുന്നു ലക്ഷ്യം. റോഡിന് സംരക്ഷണ ഭിത്തി, കലുങ്കുകൾ, വീതി കൂട്ടൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ മാസങ്ങളായി പ്രവർത്തനങ്ങൾ നിലച്ചതോടെ നിർമ്മാണ സാമഗ്രികളടക്കം വെയിലും മഴയുമേറ്റ് നശിച്ചു തുടങ്ങി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.